ഹലോ, ഞാനിപ്പോൾ ന്യൂയോർക്കിലെ മാൻഹാട്ടൻ എന്ന സ്ഥലത്താണ്. ന്യൂയോർക്ക് നഗരം മാൻഹാട്ടൻ, ബ്രൂക്ലിൻ, സ്റ്റാറ്റൻ ഐലൻഡ്, ക്യൂൻസ്, ദ ബ്രോങ്സ് എന്നിങ്ങനെ പ്രാദേശിക ഭരണകൂടമുള്ള 5 ബറോകളായി തിരിച്ചിരിക്കുന്നു. അതിലൊന്നായ മാൻഹാട്ടൻ നഗരത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, വാണിജ്യ കേന്ദ്രമായി പരക്കെ കണക്കാക്കപ്പെടുന്ന പ്രധാന പ്രവിശ്യയാണ്. ഹഡ്സൺ, ഈസ്റ്റ്, ഹാർലം എന്നിങ്ങനെ 3 നദികളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന മാൻഹാട്ടൻ ഏറ്റവും ജനസാന്ദ്രതയുള്ള ബറോയാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, ചരിത്രപരമായ ലാൻഡ്മാർക്കുകൾ, വൈവിധ്യമാർന്ന സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവയുടെ സവിശേഷമായ മിശ്രിതം പ്രദാനം ചെയ്യുന്ന ഒരു നഗരപ്രദേശമാണിത്. ടൈംസ് സ്ക്വയർ, സെൻട്രൽ പാർക്ക്, വാൾ സ്ട്രീറ്റ് എന്നിങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 1624 ഡച്ച് കോളനിക്കാർ ന്യൂ ആംസ്റ്റർഡാം എന്ന പേരിൽ ആദ്യത്തെ യൂറോപ്യൻ സെറ്റിൽമെന്റ് സ്ഥാപിച്ചപ്പോൾ മുതലാണ് മാൻഹാട്ടന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1664 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ന്യൂയോർക്ക് എന്ന് പുനർനാമകരണം ചെയ്തു. നൂറ്റാണ്ടുകളായി 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ബ്രൂക്ലിൻ ബ്രിഡ്ജ്, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് തുടങ്ങിയ ലാൻഡ്മാർക്കുകളുടെ നിർമ്മാണത്തിലൂടെ മാൻഹാട്ടൻ വാണിജ്യത്തിന്റെയും വ്യവസായത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു പ്രധാന കേന്ദ്രമായി മാറി. അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട പല യുദ്ധങ്ങളുടെയും വേദി എന്ന നിലയിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണത്തിൽ ഈ നഗരം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 1883 പൂർത്തിയാക്കിയ മാൻഹാട്ടനെയും ബ്രൂക്ലിനെയും ഈസ്റ്റ് നദിക്ക് കുറുകെ ബന്ധിപ്പിക്കുന്ന ബ്രൂക്ലിൻ പാലം ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റീൽ വയർ തൂക്കുപാലമായിരുന്ന ഇത് അക്കാലത്ത് ഇത്തരത്തിലുള്ള ഏറ്റവും നീളം കൂടിയ പാലവുമായിരുന്നു. ഇതിന്റെ തകർപ്പൻ രൂപകൽപ്പനയും നിർമ്മാണവും ബ്രിഡ്ജ് നിർമ്മാണ മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. 19ആം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കടത്തുവള്ളങ്ങൾ വിശ്വസനീയമല്ലാത്ത ആ സമയത്ത് 2 ബറോകൾക്കിടയിലുള്ള മികച്ച ഗതാഗതത്തിന്റെ ആവശ്യകതയാണ് പാലം എന്ന ആശയം ഉയർത്തിയത്. ബ്രിഡ്ജ് എഞ്ചിനീയർ ജോൺ എ റോബ്ലിംഗ് ആണ് പദ്ധതി ആവിഷ്കരിച്ചതെങ്കിലും 1869 അദ്ദേഹത്തിന്റെ അകാല മരണശേഷം മകൻ വാഷിംഗ്ടൺ റോബ്ലിംഗ് നിർമ്മാണം ഏറ്റെടുത്തു. ആയിരത്തി 1870 ആരംഭിച്ച ബ്രൂക്ലിൻ പാലത്തിന്റെ നിർമ്മാണം സസ്പെൻഷൻ കേബിളുകളെ താങ്ങി നിർത്തുന്നതിനായുള്ള കല്ലുകൊണ്ടുള്ള കൂറ്റൻ ടവറുകൾ നിർമ്മിക്കുന്നതിൽ ധാരാളം വെല്ലുവിളികൾ ഉയർത്തി. സാൻഡ്ഹോഗ്സ് എന്ന് വിളിച്ചിരുന്ന തൊഴിലാളികൾ വെള്ളത്തിനടിയിലെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന കൂറ്റൻ ടാങ്കുകളിലെ സമ്മർദ്ദം കാരണം ഡീകംപ്രഷൻ രോഗത്താൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണങ്ങൾക്കും ഇരയായി. വാഷിംഗ്ടൺ റോബ്ലിംഗ് തന്നെ ഈ അവസ്ഥയിൽ കഷ്ടപ്പെട്ടു വീൽചെയറിൽ ഒതുങ്ങി. പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കാൻ ഭാര്യ എമിലിയെ ആശ്രയിച്ചു. 13 വർഷത്തിന് ശേഷം 1883 മെയ് 24 പാലം പൂർത്തീകരിച്ച് തുറന്നു. തുടക്കത്തിൽ കുതിരവണ്ടികൾക്കും കാൽനടക്കാർക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിരുന്ന പാലത്തിന് വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ താമസിയാതെ തന്നെ പരിഷ്കാരങ്ങൾ വേണ്ടിവന്നു. ഭാരവും ഗതാഗതവും കേബിളുകളിൽ വഹിക്കുന്ന ഒരു തൂക്കുപാലമാണ് ബ്രൂക്ലിൻ പാലം. ചുണ്ണാമ്പുകല്ലും കരിങ്കല്ലും കൊണ്ട് നിർമ്മിച്ച അതിന്റെ 2 പ്രധാന ഗോപുരങ്ങൾ ഈസ്റ്റ് നദിയിൽ നിന്ന് 276 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5989 അടി മൊത്തം നീളമുള്ള പാലത്തിന്റെ 2 ഗോപുരങ്ങളുടെ ഇടയിലുള്ള നീളം 1595 അടിയാണ്. 5000-ലധികം വയറുകളുള്ള 4 പ്രധാന കേബിളുകളാണ് ഈ പാലത്തെ താങ്ങി നിർത്തുന്നത്. ഇതിന്റേത് മാത്രമായ ഗോഥിക് കമാനങ്ങളും ഗംഭീരമായ രൂപകൽപ്പനയും ഈ പാലത്തെ ലോകത്തിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന പാലങ്ങൾ ഒന്നാക്കി മാറ്റുന്നു. ഭാവിയിലെ തൂക്കുപാലങ്ങൾക്ക് വഴിയൊരുക്കുകയും ബ്രൂക്ലിൻ മാൻഹാട്ടനുമായി ബന്ധിപ്പിച്ച് ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്ത ബ്രൂക്ലിൻ പാലം ചരിത്രപരമായും സാംസ്കാരികമായും ഒരു തകർപ്പൻ നേട്ടമായിരുന്നു. ഈ പാലം എണ്ണമറ്റ സിനിമകളിലും ഫോട്ടോഗ്രാഫുകളിലും കലാസൃഷ്ടികളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നഗരത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാൻഡ്മാർക്കുകളിൽ ഒന്നായി അതിന്റെ സ്ഥാനം ഉറപ്പിച്ചു. പരേഡുകൾ, പ്രതിഷേധങ്ങൾ, ആഘോഷങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി സുപ്രധാന സംഭവങ്ങളുടെ ഒരു സൈറ്റ് കൂടിയാണിത്. ഇന്ന് വാഹനങ്ങൾക്കും സൈക്കിൾ യാത്രക്കാർക്കും കാൽനടക്കാർക്കും ഇതൊരു സുപ്രധാന ഗതാഗത മാർഗമായി തുടരുന്നു. പാലത്തിലെ റോഡുകൾ, നടപ്പാതകൾ, ലൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയിൽ നടത്തിയ സമീപകാല നവീകരണങ്ങൾ ഇത് ഭാവി തലമുറകൾക്ക് സുപ്രധാനവും സുരക്ഷിതവുമായ ഒരു ഗതാഗത കണ്ണിയായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നു.
മാൻഹാട്ടന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ പാർക്ക് 843 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നഗര പാർക്കുകളിലൊന്നാണ്. ഫ്രെഡറിക് ലോ ഓൾസ്റ്റഡും കാൽവർട്ട് വോക്സും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഇത് പൊതുസ്ഥലങ്ങൾ ഹരിതാഭമാക്കുന്നതിനോടുള്ള ന്യൂയോർക്ക് നഗരത്തിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമായി 1858 തുറന്നത്. പുൽമേടുകൾ, വനങ്ങൾ, തടാകങ്ങൾ, വളഞ്ഞുപുളഞ്ഞ പാതകൾ എന്നിവയുടെ മിശ്രിതമാണ് നഗരത്തിന്റെ തിരക്കിൽ നിന്ന് ശാന്തമായ രക്ഷപ്പെടൽ നൽകുന്ന ഈ പാർക്കിന്റെ സവിശേഷത. സെൻട്രൽ പാർക്കിന്റെ പ്രാധാന്യം അതിന്റെ സൗന്ദര്യത്തിനും വിനോദത്തിനും അപ്പുറമാണ്. യുഎസിലെ ആദ്യത്തെ വലിയ പൊതു പാർക്കുകളിലൊന്നായ ഇത് ലോകമെമ്പാടുമുള്ള നഗരഹരിത ഇടങ്ങൾക്ക് ഒരു മാതൃകയായിരുന്നു. വർഷം മുഴുവനും സംഗീത കച്ചേരികൾ, തിയേറ്റർ ഇവന്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ഈ പാർക്ക് ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. 200-ലധികം പക്ഷികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന വന്യജീവികൾ ഈ പാർക്കിലുണ്ട്. മാനസികവും ശാരീരികവുമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജോഗിംഗ്, സൈക്ലിംഗ്, പിക്നിക്, സ്പോർട്സ് എന്നിവയ്ക്കായി പ്രത്യേകം വേർതിരിച്ച സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. മഹാമാന്ദ്യകാലത്ത് പൂർത്തിയാക്കിയ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ലോകത്തിലെ ഏറ്റവും മികച്ച അമ്പരചുംബകളിലൊന്നാണ്. ആന്റിന ഉൾപ്പെടെ 1454 അടി ഉയരമുള്ള ഇത് ഏകദേശം 40 വർഷമായി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നു. മിഡ് ടൗൺ മാൻഹാറ്റനിലെ 5th അവന്യൂയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ന്യൂയോർക്ക് നഗരത്തിന്റെ അഭിലാഷത്തിന്റെയും നവീകരണത്തിന്റെയും പ്രതിരോധശേഷിയുടെയും പ്രതീകമാണ്. എന്നാൽ ചുറ്റുമുള്ള ഉയരം കൂടിയ കെട്ടിടങ്ങൾക്കിടയിൽ ഈ കെട്ടിടം ശരിക്ക് കാണുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അമ്പരചുംബി നിർമ്മിക്കാനുള്ള കടുത്ത മത്സരത്തിനിടയിലാണ് 1930 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഷ്രേവ്, ലാംബ് ആൻഡ് ഹെർമാൻ രൂപകൽപ്പന ചെയ്ത ജിയോമെട്രിക് ലൈനുകളുള്ള അതിന്റെ ആർക്ക് ഡെക്കോ ശൈലി അലങ്കരിച്ചുള്ള മുൻകാല ഡിസൈനുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മഹാമാന്ദ്യത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും വെറും 1 വർഷത്തിനുള്ളിൽ കെട്ടിടം പൂർത്തിയായി. നിരവധി കുടിയേറ്റക്കാർ ഉൾപ്പെടെ 3000-ലധികം തൊഴിലാളികൾ ഓരോ 1.5 ദിവസത്തിലും ഒരു ഫ്ലോർ കൂട്ടിച്ചേർത്ത് അസാധാരണമായ വേഗതയിലാണ് സ്റ്റീൽ ഫ്രെയിം ചെയ്ത ഈ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ പുറംഭാഗം ചുണ്ണാമ്പുകല്ലും ഗ്രാനൈറ്റും കൊണ്ട് പൊതിഞ്ഞാണ്. അകത്ത് ഓഫീസുകൾ, എലിവേറ്ററുകൾ, അടച്ചിട്ട ഗോവണിപ്പടികൾ എന്നിവയുണ്ട്. 1933 ക്ലാസിക് സിനിമയായ കിങ് കോങ് പോലുള്ള നിരവധി സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും പരസ്യങ്ങളിലും ഈ കെട്ടിടം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ന്യൂയോർക്ക് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഒന്നാണ് വാൾ സ്ട്രീറ്റ്. ന്യൂയോർക്ക് സിറ്റിയിലെ ലോവർ മാൻഹാറ്റനിൽ ഈസ്റ്റ് റിവർ മുതൽ ബ്രോഡ്വേ വരെ ഏകദേശം 1800 മീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള സാമ്പത്തിക ജില്ലകളിൽ ഒന്നിലൂടെ കടന്നു പോകുന്ന ഒരു തെരുവാണിത്. സാമ്പത്തിക വിപണിയുടെ ചിഹ്നമായ വാൾ സ്ട്രീറ്റ് ആഗോള സാമ്പത്തിക വ്യവസായത്തെ മൊത്തത്തിൽ സൂചിപ്പിക്കാനായി പലപ്പോഴും ഉപയോഗിക്കുന്നു. 1600-കളിൽ ഡച്ചുകാർ സ്ഥാപിച്ച ന്യൂ ആംസ്റ്റർഡാമിനെ സംരക്ഷിക്കുന്നതിനായി അവർ ഇവിടെ ഒരു പ്രതിരോധ മതിൽ നിർമ്മിച്ചു. 1664-ൽ ബ്രിട്ടീഷുകാർ ഈ സ്ഥലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ ആ മതിൽ പൊളിച്ചു കളഞ്ഞു. എന്നാൽ ആ തെരുവ് ആ മതിലിന്റെ പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. കാലക്രമേണ വാൾ സ്ട്രീറ്റ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് വ്യാപാരത്തിന്റെയും ധനകാര്യത്തിന്റെയും കേന്ദ്രമായി പരിണമിച്ചു. 1792-ൽ 11ാം വാൾ സ്ട്രീറ്റിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചത് ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി മാറുന്നതിന്റെ തുടക്കമായി. ഇന്ന് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണത്. നിരവധി ബാങ്കുകളും സ്റ്റോക്ക് ബ്രോക്കർമാരും നിക്ഷേപ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന വാൾ സ്ട്രീറ്റ് ഒരു സാമ്പത്തിക കേന്ദ്രം മാത്രമല്ല, ആഗോള സാമ്പത്തിക പ്രവണതകൾ ക്രമീകരിക്കുന്നതിലും ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ലോകമെമ്പാടുമുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളെ സ്വാധീനിക്കുന്നതിനോടൊപ്പം ഈ തെരുവ് സാമ്പത്തിക ഗവേഷണം, റിസ്ക് മാനേജ്മെന്റ്, സാമ്പത്തിക നിയന്ത്രണം എന്നിവയ്ക്കുള്ള ഒരു കേന്ദ്രം കൂടിയാണ്. ലോവർ മാൻഹാറ്റനിലെ വാൾ സ്ട്രീറ്റിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ഐക്കണിക് വെങ്കല ശില്പമാണ് ചാർജിംഗ് ബുൾ. ആർത്തുറോ ഡി മോഡിക്ക സൃഷ്ടിച്ച് 1989-ൽ സ്ഥാപിച്ച ഈ കാളക്കൂറ്റൻ സാമ്പത്തിക വിപണിയിലെ കരുത്ത്, പ്രതിരോധം, സമൃദ്ധി എന്നിവയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക വളർച്ചയുടെ സമയത്ത് നിക്ഷേപകരുടെ ശുഭാപ്തി വിശ്വാസത്തെയും ബുള്ളിഷ് വികാരത്തെയും പ്രതിനിധീകരിക്കുന്ന, ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കാളയാണ് ഇത് ചിത്രീകരിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ ധൃതി കൂട്ടുന്ന സന്ദർശകർ കാരണം എല്ലാ സമയത്തും ഈ സ്പോട്ടിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്.
1812 പൂർത്തിയാക്കിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും പഴക്കം ചെന്ന സിറ്റി ഹാളുകളിൽ ഒന്നാണ് ന്യൂയോർക്ക് സിറ്റി ഹാൾ. മാൻഹട്ടന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ കെട്ടിടം വാസ്തുശില്പിയായ ജോസഫ് ഫ്രാങ്കോയിസ് മാങ്കിനും ജോൺ മാക്കോബ് ജൂനിയറും ചേർന്നാണ് രൂപകൽപ്പന ചെയ്തത്. നഗരത്തിലെ ഗവൺമെന്റിന്റെ ആസ്ഥാനമായ ഇതിലാണ് മേയറുടെ ഓഫീസും സിറ്റി കൗൺസിലും പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തമായ താഴികക്കുടവും ഇരുമ്പ് ഗേറ്റുകളും ഉള്ള കെട്ടിടത്തിന്റെ മഹത്തായ രൂപകൽപ്പന നഗരത്തിന്റെ പ്രാധാന്യത്തെയും ഭരണകൂടത്തിന്റെ ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നു. ഇതിന്റെ വാസ്തുവിദ്യയും ചരിത്രപരവുമായ പ്രാധാന്യത്തിന് 1966 ഇതൊരു ദേശീയ ചരിത്ര ലാൻഡ്മാർക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ന്യൂയോർക്ക് സിറ്റി ഹാളിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സിറ്റി ഹാൾ പാർക്ക് ലോവർ മാൻഹാറ്റനിലെ ഒരു ചരിത്രപ്രസിദ്ധമായ ഹരിതയിടമാണ്. 1693 ഒരു പൊതു ശ്മശാന ഭൂമിയായും പൊതു ഇടവായും സ്ഥാപിതമായ പാർക്ക് നൂറ്റാണ്ടുകളായി നിരവധി പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പ്രശസ്ത അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞനായ നഥാനിയൽ ബൗഡിച്ചിന്റെ പ്രതിമ ഉൾപ്പെടെ പുൽത്തകിടികളും ചരിത്രപരമായ ബെഞ്ചുകളും ജലധാരകളും ഇവിടെയുണ്ട്. ഒറ്റയ്ക്കും കൂട്ടുകാരുമായി വിശ്രമിക്കുന്നവർ, ലാപ്ടോപ്പിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, ഭക്ഷണം കഴിക്കുന്നവർ എന്നിങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാം. ന്യൂയോർക്ക് സിറ്റിയിൽ ഇങ്ങനത്തെ ധാരാളം ചെറിയ പാർക്കുകൾ കാണാൻ സാധിക്കും. നമ്മൾ പാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാശയത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ പാർക്കുകൾ. ചാർജിംഗ് ബുൾ സ്റ്റാച്യുവിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇതുപോലെയുള്ള മറ്റൊരു ചെറിയ പാർക്കാണ് ബൗളിംഗ് ഗ്രീൻ എന്നറിയപ്പെടുന്ന 1733 സ്ഥാപിച്ച ഈ പാർക്ക്. ഞാൻ സ്റ്റാറ്റൻ ഐലൻഡിലാണ് താമസിക്കുന്നത്. മാൻഹാട്ടൻ ഇതുവരെയും കണ്ടു തീർന്നിട്ടില്ല. ബാക്കിയുള്ള ചില സ്ഥലങ്ങളൊക്കെ നാളെ നടന്നു കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാത്തിരിക്കുക.